എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ കാശ്മീർ യാത്രയിൽ നമ്മളിപ്പോൾ കർണാടകയിലുള്ള കർണാടകയിലെ ബീജാപ്പൂർ അടുത്ത്. ബീജാപ്പൂരല്ല, ചിത്രദുർഗ. അതെ, സോറി. ഓടിച്ചോണ്ട് വന്ന ആൾക്ക് നിശ്ചയമില്ല. അല്ല, ഞാനത് പെട്ടെന്ന് വേറൊരു കാര്യം നോക്കിയിരുന്നോണ്ട് ആ സ്ഥലപ്പേരാ വായു വന്നത്. അപ്പൊ നമുക്കേ ഒരു കരിക്ക് കുടിച്ചങ്ങ് തുടങ്ങിയാലോ? കരിക്ക് കുടിച്ചേക്കാം. ഒരു എനർജി ഡ്രിങ്ക് ആയിക്കോട്ടെ. അതെ, നല്ല കരിക്കായിരുന്നു. നല്ല മഴ കുടയും കൊണ്ട് വരുമ്പോഴത്തേനും മൊത്തം നനയുമെന്ന് തോന്നുന്നു. ഓടിവാ. നല്ല മഴയാ കേട്ടോ. അതെ അതെ, എന്നാ കാറ്റാന്ന് കണ്ടോ? നല്ല കാറ്റാ. കുടിച്ചോ. കാറ്റ് കുടിക്കാൻ പോയ കുട കാറ്റ് കൊണ്ടുപോകും. അതെ, നമ്മളെ നനയ്ക്കാൻ വേണ്ടി തന്നെയുള്ളൊരു മഴയായിരുന്നു. അതെ, കറക്റ്റ് നനഞ്ഞു കഴിഞ്ഞപ്പം മഴ പോയി. അതെ, പോയേക്കാം വണ്ടി എടുത്തോ. ഈ കഞ്ഞി വെക്കാന്ന് പറയുകയും ചെയ്തു, മഴ ചാറാനും തുടങ്ങി. അതെ അതെ. അല്ല, കഞ്ഞി നമുക്ക് അങ്ങോട്ട് പറയാം, എവിടെയും വെക്കാം. നോക്കാം. ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയല്ലേ? അതെ. അപ്പോൾ ഈ ട്രിപ്പ് നമ്മൾ തമിഴ്നാട്ടിലെ നാമക്കലിനടുത്ത് നിന്നും ചൂല് ലോഡുമായിട്ട് ശ്രീനഗറിലേക്കാണ് പോകുന്നത്. ജമ്മു ആൻഡ് കാശ്മീരിലെ ശ്രീനഗറിലേക്ക്. സൂര്യകാന്തിപ്പാടം. സൂര്യകാന്തിയൊക്കെ ഇതൊക്കെ ചെറുതാ, പൂവായി വരുന്നുള്ളൂ. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് വലിയ തോട്ടം കാണും. അങ്ങ് കമുകൊക്കെയാ കേട്ടോ, കമുന്തോപ്പൊക്കെയാ, കുറേ മലനിരകളും. തിരിച്ചു വരുമ്പോഴത്തേന് ഈ വയറ് കുറയണം. ബെൽറ്റ് ഇട്ടാൽ ഇത് ബെൽറ്റ് ഇട്ടിട്ട് ടൈറ്റായി നിൽക്കുന്നതാണേ. അതെ, കാരണം നമുക്കത് കുറയ്ക്കണം. ഇതുണ്ടോ, ഇപ്പം വയറില്ലല്ലോ. മഴ മാറി നമുക്ക് എവിടെയെങ്കിലും നിർത്തുകയാണെങ്കിൽ ചെറുതായിട്ട് കഞ്ഞിയൊക്കെ വെച്ച് കുടിച്ചങ്ങ് പോവാം. കഞ്ഞി വെച്ചേക്കാം അല്ലേ? അതെ, ദിവസമായില്ലേ? എവിടെയെങ്കിലും നിർത്താം. അതെ, ഇവിടുത്തെ തെങ്ങല്ല ഇത് മഞ്ഞച്ച് നിൽക്കുന്നു. ഒരു ഊർജം, ആരോഗ്യമില്ലാത്ത. വെള്ളം കുറവാന്ന് തോന്നുന്നു. ഇവിടെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. പക്ഷേ മഴയെല്ലാം ഇവിടെ ലേറ്റായിട്ടാണ് പെയ്യുന്നത്. NH-48 കൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ നിത്യാനന്ദ ആശ്രമം. എന്നാ പിന്നെ അടുത്ത മഴയ്ക്ക് മുമ്പ് കഞ്ഞി വെച്ചേക്കാം. കറി എന്നാ വെക്കുന്നത്? കറിയോ? കറി നോക്കട്ടെ ഞാൻ പറയാം. അടുക്കളയിലോട്ടൊന്ന് ചെല്ലട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. തുറന്നു ആയിക്കോട്ടെ. ആദ്യത്തെ കുക്കിംഗ് ആയി പ്രാവശ്യം ഈ ട്രിപ്പിൻ്റെ. അതെ. അപ്പോൾ നമ്മൾ ഹൈവേയുടെ തൊട്ടടുത്ത് തന്നെ സർവീസ് റോഡിലേക്ക് ഇറക്കി നിർത്തി. വൈകിട്ടും രാവിലെ കഴിക്കുകയല്ലേ? വൈകിട്ടും രാവിലെയൊക്കെ കഴിക്കാം. അതനുസരിച്ച് ഇട്ടേക്കാം. വേറെ ചോറുണ്ടെന്നാ വയറിന് വേറെ പ്രശ്നമില്ലായിരിക്കും. അതെ. കഞ്ഞി വേണോ ചോറ് വേണോ? ഏതും പോവും. ആണോ? നമുക്ക് കഞ്ഞി വെച്ചേക്കാം. കഞ്ഞിയാ എളുപ്പം, കഞ്ഞി വെച്ചേക്കാം. പിന്നെ ഇത് വാർക്കാനൊന്നും നിൽക്കണ്ടല്ലോ. അതെ. എത്ര ഗ്ലാസ് ഇട്ടു? 2 ഗ്ലാസ്. ആദ്യത്തെ ഒരു പരീക്ഷണം, അടുത്ത പ്രാവശ്യം നോക്കിയിട്ട് അതനുസരിച്ച് നോക്കിയിടാം എത്ര വേണമെന്നല്ലേ. അതെ. കറി എന്നാന്ന് പറഞ്ഞില്ല കേട്ടോ. കറിയോ? ആദ്യം അരിയൊന്ന് അടുപ്പിലോട്ട് ഇടട്ടെ, എന്നിട്ട് പറയാം. എന്നാൽ ഐശ്വര്യമായിട്ട് അടുപ്പ് കത്തിച്ചേക്കാം. അതെ, അരി വെന്തിട്ടുണ്ട്. 2 വിസിൽ വന്നു. ഇതൊക്കെ ഫോണുമായിട്ട് വരണ്ടായിരുന്നോ? എനിക്ക് വേറെ ഇച്ചിരി പരിപാടി ഉണ്ടായിരുന്നു. ആണോ? 2 വിസിൽ വന്ന്. ഇപ്പം കഞ്ഞിക്ക് കറിയേ അച്ചാറുണ്ട്, തുണ്ടമ്മയും വറുത്തോണ്ട് വന്നോണ്ട്. അത് മതി, വേറൊന്നും വേണ്ട. അത് മതി. ഞാനോർത്തേ കഞ്ഞിക്ക് കറി ഉപ്പുണ്ടെന്ന് പറയാനായിരിക്കും വരുന്നതെന്ന്. അല്ല, അച്ചാറുണ്ട്. അതെ, ഇവിടെ കൊണ്ട് നിർത്തുമ്പം വലിയ വെയിലില്ലായിരുന്നു. ഇപ്പം നല്ല വെയിലായി. അതെ അതെ അതെ. പിന്നെ വലിയ ചൂടില്ല, ചെറിയ കാറ്റും ഉണ്ട്. അതെ, കാറ്റുള്ളതുകൊണ്ട് കുഴപ്പമില്ല, പിടിച്ചിരിക്കാം. ഏറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് വെന്തോന്നൊന്ന് തുറന്നു നോക്കാം. നോക്ക്, വെന്ത് കാണണം. വെന്തില്ല ഇനി സമയം പോകുമല്ലോ. അതെ, വെന്തോന്ന്. പിന്നെ അരി കിട്ടത്. എന്നാ പിന്നെ എടുത്തോ. വെന്തു, കുഴപ്പമില്ല. ഓക്കെ. ഇതുണ്ടോ ഒരു കാളവണ്ടി വന്ന്. അപ്പം അതിനടിയിൽ കണ്ടോ, പട്ടി വെയിൽ കൊള്ളാതുണ്ടല്ലോ, അതിൻ്റെ ആ നിഴലിനകത്ത് തന്നെ നിന്ന് പോവായിരുന്നു. കേട്ടോണേ, അടിയിൽ വെയിലില്ലല്ലോ, അടി നിന്ന് തന്നെ വരികയായിരുന്നു. കേട്ടോ, അവിടെ കയറി. അപ്പോൾ അതെ, കഞ്ഞിയും കടുമാങ്ങ അച്ചാറും, കണ്ണിമാങ്ങ അച്ചാറ്, ഉണക്കമയും വറുത്തതും. കാലം കൂടെ എന്തായാലും കുഴപ്പമില്ലായിരുന്നു അല്ലേ? ഒരു വിസിലൂടെ അടിച്ചാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ കുറച്ചു നേരം കൂടെ ഇതിനകത്ത് ഇരുന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ കഞ്ഞൂടിയൊക്കെ കഴിഞ്ഞു. പിന്നെ അടുക്കള അടച്ചേക്കാം. അടുക്കള അടച്ചേക്കാം. ശകലം പുറകോട്ട് പോവുകയാണെങ്കിൽ നമുക്ക്
അതിൽ തന്നെ ഹൈവേയിലേക്ക് കയറാം, അല്ലെങ്കിൽ മുന്നോട്ട് എന്തായാലും പോകാമെന്ന് അറിയത്തില്ല. അങ്ങോട്ടും നല്ല മഴക്കാറുണ്ട് കേട്ടോ. മഴ പെയ്യുമായിരിക്കും, മുമ്പേ ഒന്ന് പെയ്തില്ലേ? പക്ഷെ വലിയ ശക്തമായിട്ടൊന്നുമില്ല, ചെറിയ പൈസ ഉള്ളൂ. ഹിരിയൂരാ ഇത്, ഹിരിയൂരൊക്കെ 4 ലൈൻ ആയി കഴിഞ്ഞപ്പം ഒരു സ്ഥലം കണ്ടാ അറിയത്തില്ല. അതെ, എല്ലാ സ്ഥലങ്ങളും 4 ലൈൻ ആയി കഴിഞ്ഞാൽ കണ്ടാ തിരിച്ചറിയല്ല, അതുപോലെ മാറിപ്പോവല്ലേ. പണ്ടത്തെ വഴി ചെറുതായതുകൊണ്ടും പിന്നെ എല്ലായിടത്തും ഈ മയിൽക്കുറ്റികളുണ്ട്, സർവേക്കല്ല്. ആ മയിൽക്കുറ്റിയാൽ കറക്റ്റ് കിലോമീറ്റർ സ്ഥലപ്പേരും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കിലോമീറ്റർ ഇങ്ങനെ നോക്കി വരുന്നതുകൊണ്ട് പെട്ടെന്ന് സ്ഥലങ്ങൾ പഠിക്കാൻ പറ്റും, ദൂരം അറിയാൻ പറ്റും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. വേദവതി റിവറായത്, പക്ഷേ വെള്ളമില്ല, കാട് പിടിച്ച് കിടക്കുന്നു. പൂനെക്ക് 685 കിലോമീറ്റർ. പൂനെ വഴി വേണേലും പോകാം കേട്ടോ, പക്ഷെ അത് നമുക്ക് വേറെ വഴിക്ക് പോവാം. ഒരുപാട് വഴികളുണ്ട്. അതെ, ഏത് വഴി വേണേലും പോവാം. ഏത് വഴിക്ക് പോകണമെന്ന് പറഞ്ഞാൽ മതി, അതെ, ആ വഴി പോയേക്കാം. എങ്ങനെ പോയാലും എതിലേക്കും കറങ്ങി ചുറ്റി നമ്മൾ പോകേണ്ടടുത്ത് ചെല്ലും. അതെ, അതിനാ ഭൂമി ഉരുണ്ടെന്ന് പറയുന്നത്. ഹിരിയൂരിൻ്റെ ഭാഗങ്ങളായി കാണുന്നതെല്ലാം. ഇത് മൊബൈൽ ക്രഷർ യൂണിറ്റാണ് ഇത്, ആ ട്രെയിലറിലിരിക്കുന്നത്. ചെറിയ ചാറ്റമഴയുണ്ട്, എല്ലാവരും തിരിച്ചു കൊണ്ടുപോകാൻ തോന്നുന്നു. എല്ലാവരും നനഞ്ഞാണല്ലോ പോകുന്നത്. എല്ലാവരും ഇന്ന് നേരത്തെ തിരിച്ചു കൊണ്ടുപോകാം. അതെ, മഴ ആയതുകൊണ്ടായിരിക്കും. മഴ ആയതുകൊണ്ടാന്ന് തോന്നുന്നു. ഇത് കണ്ടോ, ഷിർഡി സായിബാബയുടെ ഒരു സ്റ്റാച്ചു. കൊള്ളാമല്ലേ? ഇത് കോൺക്രീറ്റ് പോലെ ഉണ്ടാക്കി, നോക്കി കല്ല് പോലെ ഉണ്ടാക്കിയേക്കുന്നുണ്ടോ? അതെ, നല്ല രസമുണ്ട്. ആ സൈഡിലേക്ക് മൂടലുണ്ട്. നമ്മളെ ഈ സൈഡിലേക്ക് ഇത് നല്ല വെയിലും. ആ മലയിൽ മൊത്തം കാറ്റാടികളാണ്, ഉണ്ടോ? നല്ല കാറ്റുണ്ടല്ലോ, അത് ഉണ്ടോ എല്ലായിടത്തും. അവിടെ നല്ല കാറ്റുള്ള സ്ഥലമാണ്, ഒത്തിരി എണ്ണം ഉണ്ട് കേട്ടോ. നമുക്ക് പോകണ്ടേ വലത്തെ സൈഡിലേക്കാ പോകണ്ടേ. അങ്ങോട്ട് നമുക്ക് പോകണ്ടേ. അവിടെ എല്ലാം മൂടി കിടക്കുക, മഴയാന്നാ തോന്നുന്നത്. മഴയായിരിക്കും. അതെ, പെയ്യട്ടെ. അതെ, ഇന്ന് കുഴപ്പമില്ല, ഇന്ന് ചോറ് വെച്ചോണ്ട് കുഴപ്പമില്ല. നാളെ ഒരു 1 മണിക്കൂർ കുഴപ്പമില്ല. ഈ എവിടെയെങ്കിലും ഏതെങ്കിലും കട കിട്ടുന്നേ, വെയിറ്റ് ഷർട്ട് കാണും, ഒരു വിഷയമല്ല. കാറ്റാടി ഇപ്പം ഇച്ചിരി അടുത്ത് കാണാം, കുറച്ചുകൂടെ വലിപ്പം തോന്നിക്കുന്നുണ്ടല്ലേ അടുത്ത് വന്നപ്പോഴത്തേക്ക്. ഇവിടെ എല്ലാം കൃഷിക്കെല്ലാം നിലവെല്ലാം ഒരുക്കിയിട്ടേക്കാണ്. ഒരുപാട് കൃഷികളുള്ള ഏരിയ ആയി. ഇപ്പം പച്ചമുളകായി നിൽക്കുന്നത്. പച്ചമുളകാണോ? ആഹാ, ഇങ്ങോട്ട് നോക്കിയേ, അടിപൊളി സൂര്യകാന്തി പാടം. അടിപൊളിയാണല്ലോ. മെയിൻ ഡ്രൈവർ ഇല്ലാത്തതിന്റെ കുറവുണ്ട് കേട്ടോ. അതെ, ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ പോയി എടുത്തോണ്ടാനെ. ഇത് വലിയ വലിപ്പം വെച്ചില്ല കേട്ടോ, ഈ ചെടി ചെറുതാ. മൈസൂരൊക്കെ കാണുന്ന അത്ര വലിപ്പം ഇല്ലല്ലേ. അടുത്ത വരുന്നുണ്ട് കേട്ടോ മഴ. ചിത്രദുർഗ ടൗണിലേക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോണം. ഇതെല്ലാം പൂക്കൃഷിയാ, പല തരത്തിലുള്ള പൂക്കളുണ്ട് ഇവിടെ. വിളവെടുപ്പ് തുടങ്ങി കേട്ടോ. പറിക്കുന്നുണ്ട്. കളറും ഉണ്ട്, എന്നെ കളറാന്ന് നോക്കി. അതെ, നല്ല കളറ്. ഇവിടെ കമുക് കൃഷിയുണ്ട്. കമുക് കൃഷി കുറവാണ്, എന്നാലും ഉണ്ട്. അടുത്ത സെറ്റ് വരുന്നു. എല്ലാരും നല്ല ലൈനാണല്ലോ വരുന്നത്. അതങ്ങനെ തന്നെയാ. ഈ സൂര്യകാന്തി കണ്ടോ, ഇച്ചിരി പൊക്കമുണ്ട്. മുമ്പേ കണ്ടതെല്ലാം ചെറുതായിരുന്നു, ചെറുതായിരുന്നു. വലിപ്പം ഉണ്ടല്ലേ? പൂവിനും വലിപ്പമുണ്ട്, ചെടിക്ക് വലിപ്പമുണ്ട്, പൊക്കമുണ്ട്. അതുകൊണ്ടോ നമുക്ക് പോകേണ്ട സ്ഥലത്താ മഴ, നല്ല തകർപ്പൻ മഴ. ഇവിടെ വരെ മഴയില്ലായിരുന്നു. നാട്ടിലാണ് മഴയും വെള്ളപ്പൊക്കവും. അതെ, ഇവിടെ വെള്ളപ്പൊക്കവും ഇല്ല, മഴയുണ്ട്. മഴ ഇപ്പോഴല്ലേ തുടങ്ങിയത്? അതെ, തുടങ്ങിയതേ ഉള്ളൂ. പറയുന്ന പോലെ മഴയൊന്നും പെയ്തിട്ടില്ല. കേരളത്തിൽ നിന്ന് മഴയല്ല ഇങ്ങോട്ട് പോകുന്നെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ കൂടെ പോകുന്നതാ തോന്നുന്നു. വീണ്ടും സൂര്യകാന്തി. എന്നാ രസമല്ലേ, അടിപൊളിയാ. നല്ല കുറെ ഏരിയയിലുണ്ടല്ലോ. കുറേ ഉണ്ട്. ഗോവയ്ക്ക് 404 കിലോമീറ്റർ. നമുക്ക് ഹോസ്പിറ്റൽ റൂട്ടിലാ പോണ്ടേ കേട്ടോ. ഇങ്ങനെ കറങ്ങി താഴേക്ക് ഇറങ്ങണം. ആയിക്കോട്ടെ, നമുക്കറിയാം അതുണ്ട്. ആ വഴിയുണ്ടോ, ആ താഴേക്ക് കാർ ഇറങ്ങി ഇപ്പൊ ലോറി വന്നേണ്ടോ, അതിലേ വേണം പോവാൻ. ലോറി പോകുന്ന കാണാൻ എന്നാ രസമല്ലേ. അപ്പൊ ഈ NH-48 നേരെ ബൽഗാം, കോലാപ്പൂർ, പൂനെ, ബോംബെ ഒക്കെ പോകും. നമ്മളിവിടുന്ന് മാറി NH-50 ഇറങ്ങുക. 2 വഴിയിലൂടെ കടന്ന്. അതെ, പാലത്തിനടിയിൽ കൂടെ അങ്ങ് പോയേക്കാം. അടിയിൽ കൂടെ നേരെ ഇങ്ങോട്ട്. ഇതുണ്ടോ, മഴ കാരണം ബൈക്കാരെല്ലാം പാലത്തിനടിയിൽ നിൽക്കുന്നത്. ബൈക്കാർ തന്നെ, ഓട്ടക്കാരും ഉണ്ടല്ലോ. അതിന് ഓട്ടക്കാർ നിർത്തി വെക്കുന്നത് എന്നാന്ന് മനസ്സിലായി. കാറ്റല്ലേ ഭയങ്കര. നിറയായിരിക്കാൻ വേണ്ടി ഒത്തിരി പേരുണ്ട് കേട്ടോ. അവിടെ ഒരു കമ്പനി കാണുന്നേ, അതൊരു റൈസ് മില്ല, വലിയൊരു മില്ല. അതിനോട് ചേർന്ന് തന്നെ പമ്പും കണ്ടോ? ഇതേ പഴയ NH-13 ഓർക്കുന്നുണ്ടോ? ഇതിലെ നമ്മളും വന്നിട്ടുണ്ട്, പക്ഷെ വളരെ കുറവാണ്. ഇതിലെ NH-7 അല്ലായിരുന്നോ? അല്ലല്ല, 7 അല്ല. 7 അതാ ഇപ്പൊ 44 അയക്കുന്നത്. ടയറേന്ന് കണ്ടോ വെള്ളം. ടയർ നല്ല തണുക്കും. അതെ, മഴയൊക്കെ പെയ്ത് തോർന്നു.
എന്നാലും ചാറുന്നുണ്ട് ചെറുതായിട്ട്. അതെ, നടുക്കൂട്ട് നിൽക്കാണ്ടോ, നല്ല ചെടികളിൽ നിൽക്കുന്നേ. രാജമല്ലിയാ പൂത്ത് നിൽക്കുന്നത്, രാജമല്ലി. നല്ല രസമുണ്ട് കാണാൻ. ലോറി ജീവിതത്തിലേ ഒരുപാട് പേരെ നമുക്ക് ലോറി പണി തുടങ്ങിയ കാലം മുതൽ ഒരുപാട് പേരെ നമ്മൾ കൊണ്ടുപോയി ചെറുവണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന, ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്നവരെയും ജീപ്പ് ഓടിച്ചുകൊണ്ടിരുന്നവരെയൊക്കെ കൊണ്ടുപോയി പണി പഠിപ്പിച്ച് നമ്മുടെ കൂടെ കൊണ്ടുവന്ന ഓരോ കാര്യങ്ങളും A to Z പറഞ്ഞു കൊടുത്ത് ഒത്തിരി പേരെ പണി പഠിപ്പിച്ച് ഡ്രൈവർമാരാക്കിയിട്ടുണ്ട്. അപ്പം പിന്നെ അല്ലാതെ തന്നെ നമ്മൾ പോകാതെ അത് കഴിഞ്ഞപ്പം നമ്മുടെ വണ്ടിയിൽ വേറെ ആൾക്കാരുടെ കൂടെ വിട്ടു ഒക്കെ ഒത്തിരി പേരെന്ന് പറഞ്ഞാൽ 2003 ഞാൻ 98 തൊട്ടുണ്ട്. അത് തന്നെ കൂട്ടണം, അന്നേരം തൊട്ടുണ്ട്. ആ സമയം തൊട്ട് ഇങ്ങോട്ട് അങ്ങനെ ഉണ്ട്. പക്ഷേ അന്നൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇനിയിപ്പോൾ നമ്മളെല്ലാം പറഞ്ഞു കൊടുത്താലോ അല്ലെങ്കിൽ ഒന്ന് ദേഷ്യപ്പെട്ടാലോ ഒന്നും കുഴപ്പമില്ലായിരുന്നു. മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഉള്ള ഒരു മനസ്സുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ നമ്മൾ പുതിയ ആൾക്കാർ വരും, ആരുടെയും കൂടെ വിടും ഒക്കെ അന്നേരമൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവം. ഈ പറയുന്ന പോലെ ചില കേസുകളിലൊക്കെ മെയിൻ ആളിൻ്റെ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല. അത് 1-2 കാര്യം നമുക്ക് ബോധ്യപ്പെട്ടത് തന്നെയാണ്. അപ്പം അങ്ങനെ ഉണ്ടാവും. അപ്പം ഈ മനുഷ്യരുടെ സ്വഭാവം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ജോലി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ഒരു അറിവ് ഒരാൾ പറഞ്ഞു തരുമ്പം അത് ശരിയാണെങ്കിൽ അംഗീകരിക്കാം, ശരിയല്ലെങ്കിൽ വേണ്ട. പക്ഷേ മിക്കവാറും ഈ 2 പേരെ ഒരുമിച്ച് 2 ഡ്രൈവർമാർ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കാര്യങ്ങളെ കാണത്തുള്ളൂ. ഒരു കാര്യമുള്ള കാര്യമായിരിക്കുകയല്ല, ചെറിയ കാര്യങ്ങളെ കാണുള്ളൂ. അത് കൂടുതലും അനുഭവിക്കുന്ന ഇവനാണല്ലോ ഇതിൻ്റെ എല്ലാം വിളിച്ച് 2 പേരും പറയുന്ന ഓരോ കാര്യങ്ങൾ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഉള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ഇപ്പം കുറച്ച് കാലമായിട്ട് കുറച്ച് നാളിന് മുമ്പ് കുറേ പുതിയ ആൾക്കാർ വന്നിരുന്നു. അപ്പോൾ അതിലുണ്ടായ ഓരോരോ കാര്യങ്ങളാണ്. പണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാൾ മെയിനായിട്ട് പോകുന്ന ഒരാളുടെ കൂടെ കൊണ്ടുപോയി പഠിപ്പിച്ച് അയാൾ നല്ലൊരു ഇതായി കഴിയുമ്പോഴാണ് വണ്ടിയെ വിടുന്നത്. അപ്പോൾ ഈ പുതിയ ആൾക്കാർ വരുമ്പോൾ എന്ന് വെച്ചാൽ ചിലപ്പോൾ വേറെ വണ്ടിയെ പോയിക്കൊണ്ടിരുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അതൊക്കെ ചിലപ്പം നമ്മളുടെ ഈ ഒരു വണ്ടി ഓടുന്ന രീതിയും ഇതുമായിട്ട് ചിലപ്പം മനസ്സിലാകാതെ അല്ല അറിയാതെയും അല്ല സ്ഥിരം കയറ്റുന്ന അല്ലാത്ത ലോഡ് കയറ്റുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളാണ്. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ കാസർഗോഡുകാരന് ഒരാൾ വന്നു. പുള്ളി പിന്നെ കാസർഗോഡുകാർക്ക് പിന്നെ ഭാഷയെല്ലാം അറിയാമല്ലോ, അപ്പോൾ എല്ലാ ഭാഷയും അറിയാം. ഒരുവിധം കുറച്ച് ചെറുവണ്ടിയിലെങ്ങാണ്ട് പോയിട്ടുണ്ട്. ഈ പാഴ്സൽ വണ്ടിയിലെങ്ങാണ്ടാണ് പുള്ളി പോയിട്ടുള്ളത്. അത് അങ്ങനെ കുറച്ച് പോയിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് വന്നു. അപ്പോൾ വന്നപ്പോൾ പിന്നെ നമ്മൾ മെയിനായിട്ട് പോകുന്ന ഒരു ഡ്രൈവറുടെ കൂടെ വിട്ടു. അപ്പം പുള്ളി എന്താണെന്ന് വെച്ചാൽ ഈ ആൾക്കാരുമായിട്ട് ചേർന്ന് പോകാൻ വലിയ പാടാ. അപ്പം അങ്ങനെ കാസർഗോഡ് വന്നയാള് ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ ആൾക്കാരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പണിയിലല്ലെന്ന്. 2 പേര് പുതിയൊരാൾ വരുമ്പം വരുന്ന ആൾക്ക് മറ്റേ ആളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്. അപ്പം ഈ പുതിയ ആൾ വരുമ്പം മറ്റേ ആൾക്ക് പഴയ ആൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്. ഇതൊക്കെ അതിനകത്തെ കാര്യങ്ങൾ. അപ്പം ചിലപ്പം ഒരാളുടെ ഭാഗത്തായിരിക്കും മിസ്റ്റേക്ക്. അപ്പം നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പം ബോംബെ ചെന്ന് ലോഡ് കയറ്റാൻ ടൗണിലേക്ക് പോകണം. അവിടെ കുറച്ച് കള്ളന്മാരുള്ള ഏരിയ ഉണ്ട്. അപ്പോൾ ആ സ്ഥലം വണ്ടി ഓടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പുറയിൽ പ്ലാറ്റ്ഫോമിൽ ആൾ കയറി നിൽക്കണം. ഇല്ലേ കാലി വണ്ടി പോകുമ്പോൾ പടുതാക്കി എടുത്തോണ്ട് പോകും. കുഴപ്പമൊന്നുമില്ല, പടുതയൊക്കെ കാണത്തില്ല. അവിടെ ചെല്ലുമ്പോൾ പടുത കാണത്തില്ല. 2 പടുതയൊക്കെ പോകും. നമ്മുടെ 3 പടുതയൊക്കെ ഒന്നിച്ച് പോയിട്ടുണ്ട്. 3 പടുത മുകളിൽ ഇരിക്കുന്നത്. അപ്പൊ ഈ ഡ്രൈവർമാരുടെ ശ്രദ്ധക്കുറവുണ്ട് 3 പടുതയൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഓർത്തോണം. അപ്പൊ ഇങ്ങനെ വന്ന് ഇത് പുതിയതായിട്ട് ഈ ഫീൽഡിലോട്ട് വരുന്ന ആൾക്കാർക്കും പിന്നെ അറിയാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. നിസ്സാരം ഈ ലോഡ് കയറ്റാൻ വന്ന ആൾക്ക് കള്ളന്മാര് ബോംബെ മാത്രം ഓടുന്ന പുള്ളി ഓർക്കുന്നത്. പുള്ളി വണ്ടിയെ ലോറിയെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആളാ. അപ്പം ഞാനത് പറയാൻ കാരണം ഞാൻ പറഞ്ഞ ഗ്ലാസ് പൊക്കിയിട്ട് AC ഇട്ട് കിടന്നോണെന്ന് പറഞ്ഞാ ഇല്ല ചേട്ടാ ഞാൻ ഗ്ലാസ് അകത്ത് വെച്ചിട്ട് കിടക്കുക ഇതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഫോണോ വല്ലോ ആൾക്കാർ വല്ലോ എടുത്തോണ്ട് പോവല്ലേ. അപ്പം ടോളിന്റെ അവിടെ വണ്ടി ഇട്ടേ. അപ്പം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ടോൾ ഇവിടെ കുഴപ്പമില്ല, ടോളിന്റെ അവിടെ അല്ലെന്ന് പുള്ളി ചോദിച്ചാ എന്നോട്. ഈ ട്രിപ്പ് ഞാൻ പറഞ്ഞു ടോളിന്റെ അവിടെ അല്ലെന്നല്ല, നമ്മള് കേരളം വിട്ട് എവിടെ നമ്മുടെ ചുറ്റിനും കള്ളന്മാരുണ്ടെന്ന് കരുതി വേണം ഈ ലോറിയും കൊണ്ട് പോകാൻ. എന്നാ ഈ പ്രത്യേകിച്ച് ഈ ലോറിക്കാര് പുറത്തുനിന്ന് വരുന്ന ആളായതുകൊണ്ട് ആ കാണുന്നവൻ ഇവനിവിടെ ഉള്ള അല്ലല്ലോ, കുഴപ്പമില്ലല്ലോ, പരാതിയോ അല്ല ഇതുമായിട്ട് വരികയല്ലോ എന്നുള്ള ഒരു ധാരണയാണ്. അതുകൊണ്ട് അപ്പൊ അങ്ങനെയുള്ള ഇത്. അപ്പം ഈ ബോംബെ ചെന്നപ്പോ ഈ ആളെ നമ്മുടെ പുതിയതായിട്ട് വന്ന ആള് പഴയ മെയിൻ ഡ്രൈവർ പറഞ്ഞു പുറകെ കയറി നിൽക്കുക, ഇവിടെ കള്ളന്മാരുള്ള ഏരിയ എന്ന് പറഞ്ഞു. പുള്ളി ജൈവം പോയാൽ പുറകെ കയറുകയല്ല. ഞാൻ പുറകെ കയറി നിൽക്കാൻ വന്നതല്ല, ഞാൻ വണ്ടി ഓടിക്കാൻ വന്നതാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പിന്നെ പുള്ളി ഞങ്ങളെ വിളിച്ചിട്ട് കിട്ടിയില്ല, മെയിൻ ആൾ വിളിച്ചിട്ട് കിട്ടിയില്ല. പുള്ളി വണ്ടി ഓടിക്കാൻ വന്ന ഞങ്ങൾക്ക് വഴി അറിയണ്ടേ, വഴി അറിയത്തില്ല. അതെ, വണ്ടി ഓടിക്കാൻ കൊടുത്തിട്ട് മറ്റേ ആൾ പുറകെ നിൽക്കാന്ന് വെച്ചാൽ വഴി അറിയത്തില്ല. ലാസ്റ്റ് പറഞ്ഞു പുള്ളി എന്ത് ചെയ്താൽ പുറകെ കയറി നിൽക്കില്ല. ലാസ്റ്റ് ഈ മെയിൻ ഡ്രൈവർ തന്നെ പുറകെ കയറി നിന്നു, വണ്ടി എടുത്തോളാൻ പറഞ്ഞു. എന്നിട്ടായാലും വഴിയൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ അവിടെ ലോഡ് കയറ്റേണ്ടത് ചെന്നു. അത് കഴിഞ്ഞ് വിളിച്ച് ഞങ്ങളോട് ഈ കാര്യം പറഞ്ഞു.
അപ്പോൾ ഞാൻ പിന്നെ വിളിച്ച പുള്ളിയോട് പറഞ്ഞു അങ്ങനല്ല, അവിടെ അങ്ങനെ ഉള്ളതാണ്, അതുകൊണ്ടാണ് നിങ്ങളോട് ആദ്യം പറഞ്ഞു വിട്ടില്ലേ, ഈ ആൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കണം, അല്ലാതെ പോയാൽ പണി പഠിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നാളങ്ങ് പോയി, പുള്ളി കുറേ ട്രിപ്പൊക്കെ പോയി. അത് കഴിഞ്ഞ് ഒരു ട്രിപ്പ് പുള്ളിയും വേറൊരാളും കൂടെ പോയി, വേറൊരാളുടെ കൂടെ വിട്ടു. പോകുമ്പോൾ ഇങ്ങോട്ട് പാർസൽ കയറ്റിക്കൊണ്ട് വന്നു. ഈ പാർസൽ കയറ്റിക്കൊണ്ട് വന്നപ്പം കോഴിക്കോടിനുള്ള ലോഡായിരുന്നു. അപ്പം ഈ പുള്ളി എന്ത് ചെയ്തു, ഈ പാഴ്സലിന് എന്നാന്ന് വെച്ചാൽ പല കടക്കാർ ബുക്ക് ചെയ്തേക്കുന്ന സാധനമായിരിക്കും. ഇതേലൊരു 500 ബണ്ടിലുണ്ടെങ്കിൽ കുറഞ്ഞ ഒരു 100-150 ബില്ലെങ്കിലും കാണും. അപ്പം ഈ 150 ബില്ലിൽ പുള്ളി എന്ത് ചെയ്തു, കേരളത്തിൽ കയറിയപ്പോൾ തൊട്ടേ ഓരോ ബില്ല് അഡ്രസ്സ് നോക്കി ഈ സാധനം കൊടുക്കാൻ പോവുക. നമ്മൾ ഈ ഫുൾ ലോഡ് വണ്ടിയും കൊണ്ട് പോവുക. അങ്ങനെ 1-2 സ്ഥലത്തെങ്ങാണ്ട് അതോ കൊടുക്കുന്നതല്ല, ഇതെല്ലാം ചെറിയ വഴിയിലായിരിക്കും, വണ്ടി കൊണ്ട് പോകാൻ പറ്റുകയില്ല. പിന്നെ ഈ പടുത ഓരോ സ്ഥലത്തും അഴിച്ചിട്ട് ചെറിയ പണിയാണ്. ഇത്രയും പൊക്കത്തിൽ പടുത അഴിച്ചിട്ട് വീണ്ടും കെട്ടണം. ഈ കൂടെ ഇരിക്കുന്ന ആൾ പറയുന്നുണ്ട്, ഇതിങ്ങനല്ല കൊടുക്കണ്ടേ, ഇത് നമ്മളെ ഗോഡൗണിൽ കൊണ്ട് ഇറക്കിയാൽ മതി. അവിടെ വന്ന് ഈ അയച്ചേക്കുന്ന ആൾക്കാർ അവിടെ വന്ന് സാധനം എടുത്തോണ്ട് പോവായിരുന്നു. പുള്ളി സമ്മതിക്കല്ല, പുള്ളി സമ്മതിക്കാൻ 3-4 സ്ഥലത്ത് ഇങ്ങനെ കൊടുത്തു. അന്നേരം തന്നെ പിന്നെ അത് കഴിഞ്ഞപ്പം ഈ 2-3 സ്ഥലത്ത് കൊടുത്തു കഴിഞ്ഞപ്പം ഒരു പാർട്ടി ഈ പാഴ്സൽ കമ്പനിയിലേക്ക് വിളിച്ച്, നിങ്ങൾ എന്തിനാ ഇത്രയും വലിയ വണ്ടിയിൽ ഇങ്ങോട്ട് ഇത് കൊടുത്തു വിട്ടെ, ഇവിടെ വണ്ടിയൊന്നും വരത്തൊന്നുമില്ല, ഞാൻ അവിടെ വന്ന് എടുത്തോളൂ എല്ലാരെന്നൊന്നും ചോദിച്ച് വിളിച്ചു. അന്നേരം അവർ പറയുന്നത് ഇങ്ങനെ വന്നെന്നുള്ളേ. അത് കഴിഞ്ഞ് പിന്നെ ഡ്രൈവറെ വിളിച്ച് സംസാരിച്ച് വരാൻ പറഞ്ഞ് അവിടെ ഗോഡൗണിൽ വിളിച്ച് അവര് പിന്നെ വിളിച്ച് നമ്മളോട് പറഞ്ഞു ഇന്നപോലെ നിങ്ങളുടെ ഒരു വണ്ടി ഇങ്ങനെ ആയിരുന്നു. അപ്പോഴാ പിന്നെ പുള്ളിയെ വിളിച്ച് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം, അറിയത്തില്ലാത്ത ഒരു കാര്യം ഇപ്പൊ നമ്മളോടല്ലെങ്കിൽ ഏതായാലും ഡ്രൈവർമാരോട് ചോദിച്ചാൽ പോലും പറഞ്ഞു കൊടുക്കും. കൂടെ ഇരിക്കുന്ന ആള് പറയുന്നത് അംഗീകരിക്കല്ല, അപ്പൊ പിന്നെ വേറെ ആളെ വിളിച്ചു ചോദിക്കുവോ? അതെ. അപ്പം ഇതിപ്പോ എന്നാ വെച്ചാൽ നമുക്ക് അറിയത്തില്ലാത്ത ഒരു കാര്യം നമ്മൾ ആരോടെങ്കിലും ചോദിക്കുമ്പോൾ നമുക്ക് അതൊരു അറിവ് കിട്ടുക ചെയ്യുന്നത്. അപ്പൊ അതൊന്നും ഇല്ലാതെ അപ്പൊ പുള്ളി തന്നെ അയ്യോ അതും ആദ്യം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയും വർഷത്തിനകത്ത് ഒരുപാട് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇങ്ങനൊരു സംഭവം ആദ്യമാണ്. കാര്യം എന്താന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കുന്ന മനസ്സിലാക്കാനുള്ളൊരു മനസ്സില്ല. അപ്പൊ അങ്ങനെ ഇത് കേൾക്കുമ്പം ഡ്രൈവർമാരുടെ കുറ്റമാണ് ഈ പറയുന്നതെന്ന് ഒരിക്കലും ആരും ധരിക്കരുത്. അങ്ങനല്ല, ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഒരു ഇങ്ങനെയൊക്കെ ഇതിന് ഈ ഫീൽഡിലൊരു ഉണ്ട് എന്നറിയാൻ മുമ്പും കൂടെയിട്ടാണ് ഇത് പറയുന്നത്. അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇതൊന്നുമില്ല, പല 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 വിഷയങ്ങളുണ്ട്. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് പറയാം. അപ്പോൾ ഇങ്ങനെ ഇത് പുതിയതായിട്ട് ഒരുപാട് പേര് ഇപ്പോൾ ഈ ലോറി ഫീൽഡിലേക്ക് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയാനൊരു കാരണം. പിന്നെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരുപാട് പേര് നമ്മളോട് ജോലി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ ലൈസൻസ് ഉണ്ട്, വണ്ടിയെ പണിയുണ്ടോ എന്ന് ചോദിക്കും. ലൈസൻസ് ഉള്ളതുകൊണ്ട് മാത്രം ലോറി പണി ചെയ്യാൻ പറ്റത്തില്ല. ലോറിയെ പോയി തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അങ്ങനെ പഠിച്ച് മാത്രമേ ലോറി പണി ചെയ്യാൻ പറ്റുള്ളൂ. അതായാലും അറിയാവുന്ന ഒരാളുടെ കൂടെ പോവുക, അയാൾ പറയുന്ന കേട്ട് നിന്ന് പഠിക്കണം. അങ്ങനെ പഠിച്ചേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നും അറിയാതെ ലൈസൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് മറ്റൊന്നും വണ്ടി പഠിക്കാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ ആൾക്കാർ വന്നതെല്ലാം കുറച്ച് പേർക്ക് സ്ഥലം കാണാനോ ഇതൊരു ജോലി എന്നുള്ള രീതിയിലായിരിക്കുകയല്ല ചിലപ്പം ചോദിക്കുന്നത്. എന്നുവെച്ചാൽ ഇതൊരു ജോലി എന്ന് പറഞ്ഞ് ചെയ്യണമെങ്കിൽ അത് നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സും അത്ര ഒരു ഇതുള്ളവർക്ക് മാത്രമേ പറ്റുന്ന ഒരു പണിയാണ് ഈ ലോറി പണി. ഉറക്കവും നടക്കുകയില്ല, സമയത്ത് ഫുഡും കഴിക്കാൻ പറ്റുകയില്ല, അതെ, പുളി നനയൊക്കെ നടക്കുകയില്ല, അതൊക്കെ ഇതിനകത്ത് ചെയ്ത് പോകണം. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിങ്ങനെ പുതിയ ആൾക്കാർ വരുമ്പോൾ ഇപ്പോൾ ഒരു 100 പേര് വന്നാൽ 5 പേരെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് എന്നാ വെച്ചാൽ പല പല കാര്യങ്ങളിൽ ഇപ്പം ഇതേപോലെ ആൾക്കാർ വരും. ചിലപ്പോൾ ഓരോ ട്രിപ്പ് വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. അങ്ങനെ ആ ട്രിപ്പ് വരുമ്പോൾ ഇറങ്ങിപ്പോവും. ഈ ഇറങ്ങിപ്പോകുന്ന ആൾ നേരെ ഞാൻ പുത്തേടൽ ഓടിക്കാണ്ടിരുന്നാന്നും പറഞ്ഞ് 2 വീഡിയോ ഫോട്ടോയൊക്കെ എടുത്ത് കാണിച്ചിട്ട് വേറെ വണ്ടിയിലേക്ക് വിടും. പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഇന്നലെ ഞാനൊരു കാര്യം പറഞ്ഞു. അതൊക്കെ അങ്ങനെ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞ ദിവസം. നമ്മുടെ വണ്ടിയെ പോയി ഒരു ട്രിപ്പേ പോയുള്ളൂ. ഒരു ട്രിപ്പ് പോയി. അപ്പൊ പോയപ്പോ തന്നെ ഇയാള് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. പോയ വഴിക്കെല്ലാം ഇതുപോലെ തന്നെ ഫുഡ് കഴിക്കാനായിട്ടാണെന്ന് പറഞ്ഞ് പൈസ മേടിക്കും, എന്നിട്ട് വെള്ളവടിയായിരുന്നു. അങ്ങനെ അടിച്ചടിച്ച് അപ്പം ബോംബെ ചെന്നപ്പോഴത്തേന് കൂടെയുള്ള ആള് പറഞ്ഞു, എന്റെ പൊന്നിയേട്ടാ എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല, ഞാൻ എങ്ങനെയും നാട്ടിലെത്തിക്കാം ചേട്ടൻ, ഞാൻ പറഞ്ഞതൊന്നും പറയില്ല. എന്നുവെച്ചാൽ പുള്ളി ഒരാൾ തന്നെ ഓടിക്കുന്ന, മറ്റേ പുള്ളി മദ്യപിച്ച് കിടക്കുക, ഓടിക്കുന്നില്ല, വെള്ളം അടിച്ചിട്ട് ഇരിക്കുകയല്ല, പിന്നെ ഓടിക്കാൻ കൊടുക്കാൻ പറ്റുമോ? കിടന്നുറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ പോയിട്ട് തിരിച്ചു വന്ന് എനിക്കൊന്ന് എറണാകുളത്ത് ഇറക്കിയപ്പോ തന്നെ എന്നെ വിളിച്ചു. ഞാൻ പൊക്കോട്ടെ, ഞാൻ ശരി ഓക്കെ പൊക്കോളാൻ പറഞ്ഞു. സന്തോഷത്തോടെ പറഞ്ഞു വിട്ടു. എന്നെ വിളിക്കണ്ട, നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ആ പുള്ളി നമ്മളോട് പറഞ്ഞു എന്നുള്ള ഒരു ഇതും വേണ്ട. ഞാൻ അതുകൊണ്ട് ചോദിക്കാനും പോയില്ലൊന്നുമില്ല. ശരി ഓക്കെ എന്ന് പറഞ്ഞു. കണക്ക് നോക്കിയിട്ട് ബാറ്റ ഇട്ടേക്കാന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞ് പിന്നെ വിളിച്ച് ബാറ്റ ഇട്ട് കൊടുക്കുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പം വേറൊരു പിറവത്തുള്ളൊരു ആളെന്നെ വിളിച്ചു. ഈ ആള് ശരിക്കും തൃശ്ശൂരുള്ള ആളായിരുന്നു. പിറവത്തുള്ളൊരു ആളെന്നെ വിളിച്ചു, ചേട്ടാ ഇന്ന ഒരാള് നിങ്ങളുടെ വണ്ടി ഓടിയതാണോ? ഞാൻ പറഞ്ഞത് ഒറ്റ ട്രിപ്പേ പോയിട്ടുള്ളൂ. അയ്യോ നിങ്ങളുടെ വണ്ടി ഓടിയതാന്നും പറഞ്ഞ്
എനിക്ക് വഴിക്ക് എവിടെയോ കണ്ടുവച്ച് പരിചയപ്പെട്ട് നിങ്ങളുടെ വണ്ടി ഓടിക്കൊണ്ടിരുന്നാന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ വേറൊരു വണ്ടിയെ പറഞ്ഞ് കയറ്റി വിട്ടു. ആ ആളുടെ റിസ്കില് വേറൊരു വണ്ടിയെ പറഞ്ഞു വിട്ടു. ആ വണ്ടിയെന്ന് മൈസൂർ എങ്ങാണ്ട് ചെന്നപ്പം കിട്ടിയ വാടക ഒരു 10-25,000 രൂപയും വേറെ എങ്ങാണ്ടെന്ന് ഗുജറാത്തിൽ ഇറക്കിയത് ഒരു 60,000 രൂപ. ഇതെല്ലാം കൂടെ എടുത്തോണ്ട് ആള് മുങ്ങി സ്ഥലം വിട്ടു. മൈസൂർ വണ്ടി ഇട്ടിട്ട് ആള് പോയി. മൈസൂർ ഇട്ടിട്ട് പോയി. ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു. മൈസൂർ ഇട്ടിട്ട് പോയി. പൈസ ഇല്ല, ആളെ വിളിച്ചിട്ട് കിട്ടുന്നല്ലോ ഒരു വിവരവും ഇല്ല. ചേട്ടന്റെ എന്തെങ്കിലും ഡീറ്റെയിലോ അഡ്രസ്സോ എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ പിന്നെ വീട്ടിലെ നമ്പറൊക്കെ ഉണ്ടായിരുന്നത് കൊടുത്ത് വിളിച്ച് സംസാരിച്ച് നോക്കാന്നും പറഞ്ഞ് കൊടുത്തു. അങ്ങനെ വിളിച്ച് സംസാരിച്ച് കിട്ടിയല്ലോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം ഓർത്തോണം നമ്മുടെ വണ്ടിയെ ഓടിയിട്ടുണ്ടാന്ന് പറഞ്ഞപ്പം വേറെ ഒന്നും നോക്കാതെ കയറ്റി വിട്ടു. അവരുടെ ഒരു പ്രൂഫും ഇല്ല, ഒന്നുമില്ല. ഈ ആൾ എവിടെ ഉള്ളതാന്നോ ലൈസൻസിന്റെ കോപ്പിയോ വേറൊരു ഫോൺ നമ്പർ, അതായത് ആളുടെ ഒരു കോണ്ടാക്ട് നമ്പർ അല്ലാതെ വേറൊരു നമ്പറും ഇല്ല. നമ്മളിപ്പം ഒരാൾ വന്നാല് ആളുടെ കോണ്ടാക്ട് നമ്പറും വീട്ടിലെ കോണ്ടാക്ട് നമ്പറും ബാക്കി കോപ്പി ലൈസൻസിന്റെ കോപ്പി ഇതൊക്കെ മേടിച്ച് വെച്ചിട്ട് നമ്മൾ വിടത്തുള്ളൂ. ഇതൊന്നും ഇല്ലാതെ പറഞ്ഞു വിട്ടു. എന്നിട്ട് എവിടെ പോയെന്ന് അറിയത്തില്ല. പരാതിയൊക്കെ കൊടുത്തെന്ന് പറഞ്ഞാൽ അറിയത്തില്ല, കിട്ടിയല്ലോ. ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ടെന്നേ. അത് ഇത് കുഴപ്പമില്ലാതെ നിൽക്കുന്ന ഡ്രൈവർമാർക്കൂടെ അതൊരു നാണക്കേടാ. ഇത് പറയുമ്പോ ഉണ്ടല്ലോ, ഇപ്പം പിന്നെ ഡ്രൈവർ എന്നല്ലേ പറയുള്ളൂ. അപ്പൊ ഇത് എല്ലാവർക്കും ഒരു പേര് ദോഷമാണ്. നല്ല ആൾക്കാർ ഒരുപാടുണ്ട്, എല്ലാവരും മോശക്കാരാണെന്നല്ല പറയുന്നത്. പക്ഷെ ഇങ്ങനെ ഈ പരിചയമില്ലാതെ എഴുതുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ നമ്മൾ പരിചയമില്ലാത്ത ഇപ്പൊ 2 പേര് പുതിയതായിട്ട് ഇങ്ങോട്ട് വരിക, ഞങ്ങൾ 2 പേരോട് ഒരു വണ്ടിയെ പൊക്കോളാന്ന് പറയാം. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ വിടത്തില്ല. ഇതിൽ വണ്ടിയിൽ സ്ഥിരം ഓടുന്ന ഒരു ഡ്രൈവറുടെ കൂടെ ഒരാളെ കയറ്റി വിടുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ പുതിയതായിട്ട് വരുന്ന ആൾക്ക് ഇപ്പം കള്ളന്മാരോ അല്ലെങ്കിൽ ഇത് അടിച്ചോണ്ട് പോകുന്നുള്ളതല്ല. ആള് മദ്യപിക്കുമോ അറിയത്തില്ല. മദ്യപിച്ച് കഴിഞ്ഞാൽ എങ്ങനെ സ്വഭാവം എന്നറിയാൻ പറ്റില്ല. അത് ഈയുടെ വേറൊരു സംഭവം ഉണ്ട്, അതുകൊണ്ട് മദ്യപിച്ച് കഴിയുമ്പോൾ ഓരോരുത്തർ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. ഈ ഒരു പരിചയമില്ലാത്ത ഒരാളെ 2 പേരെ കൂട്ടി ഒരു വണ്ടിയും ഇത്രയും മുതൽ കൊടുത്ത് വിട്ടിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആരെ ഇതിന് സമാധാനം പറയുന്നത്? അപ്പം ഈയിടെ അതുപോലെ ഒരു സംഭവം ഉണ്ടായി. ഒരു ഡ്രൈവർ വന്ന് ഇവിടെ നിന്ന് പുള്ളി വണ്ടിയിലൊക്കെ ഓടിയിട്ടുള്ള ആളാണ്, കുഴപ്പമൊന്നുമില്ല, എക്സ്പീരിയൻസ് ഞാനും കണ്ടിട്ട് കുഴപ്പമില്ലെന്ന് എനിക്കും തോന്നി. അതിന് ബാക്കി പറ. കണ്ടാ നല്ല മാന്യനായിട്ടുള്ളൊരു യുവാവ് വണ്ടിയൊക്കെ ഓടിപ്പിച്ചു നോക്കും, ഒരു കുഴപ്പമില്ല, നല്ലൊരു വണ്ടി ഓടിക്കും. അപ്പം ബോംബെ ഓടി അത്ര പരിചയമില്ലെന്നുള്ളൂ, കുഴപ്പമില്ല. ഇവിടുന്ന് പറഞ്ഞു വിട്ടു. അപ്പൊ അതും ഇതുപോലെ തന്നെ 2 ട്രിപ്പ് അങ്ങോട്ട് ഓടിക്കഴിഞ്ഞാണ്. അല്ല, വേറെ ആളുടെ ഫസ്റ്റ് ട്രിപ്പ് പോവാ. വണ്ടി പെരുമ്പാവൂര് ചെന്ന് ലോഡ് കയറ്റാൻ ചെന്നു. അവിടെ ലോഡ് കയറ്റി അങ്ങ് പോയി. അന്നേരം ഒന്നും എന്നെ ആരും വിളിക്കുന്നില്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു പുതിയ ആളെ വഴി അറിയത്തില്ലെന്നുള്ള, വണ്ടി ഓടിക്കും, കുഴപ്പമില്ല എന്നെല്ലാം പറഞ്ഞു. ശരി, അതും കുഴപ്പമില്ല. ഒന്നും 2 പേരും നല്ല സീറ്റിങ്ങില്ല, ഒരു പ്രശ്നവുമില്ല. ഇവിടുന്ന് അങ്ങ് പോയി. ഇതെല്ലാം കഴിഞ്ഞിട്ട് അന്ന് പിറ്റേ ദിവസം വെളുപ്പിനെ വൈകുന്നേരം എനിക്ക് വെളുപ്പിനെ 4 മണിക്ക് കൂടെയുള്ള ഡ്രൈവർ വിളിക്കുക, അതായത് മെയിൻ ഡ്രൈവർ വിളിക്കുക, ചേട്ടാ ആ പുള്ളിക്ക് നല്ല സുഖമില്ലാത്ത ആളാ. ഞാൻ ചെയ്യുന്ന ഞങ്ങൾ അവിടെ ചെന്ന് പുള്ളിയുടെ വീട്ടിൽ കയറിയായിരുന്നു. ഈ പോയ വഴിക്കാണ് ആളുടെ വീട്. അത് ഞാൻ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു വീട്ടില് പുള്ളി മാത്രമേ ഉള്ളൂ, അമ്മ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ മരിച്ചു, കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ എന്തോ പറഞ്ഞു, പുള്ളി ഒറ്റയ്ക്ക് താമസിക്കുന്നെന്ന് പറഞ്ഞു. അതെ, പോകുന്ന വഴിക്ക് കണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ വീട്ടിൽ കയറിയപ്പോ ഈ പോയ വഴിക്ക് മായിന്ന് മദ്യം മേടിച്ചു. 2 പേരും സീറ്റിംഗ് ആയിട്ട് അങ്ങ് പോവല്ലേ. അപ്പൊ ഈ വീട്ടിൽ കയറിയപ്പോ ഇവരവിടെ ഇരുന്ന് മദ്യപിച്ച് കഴിഞ്ഞപ്പം അപ്പൊ ഈ മെയിൻ ഡ്രൈവർ ആളെ എന്തോ ഇവിടെ പോയ വഴിക്ക് എന്തോ പറയുവോ, അത് ഇവിടെ തൊട്ട് ആളങ്ങ് ഭരിക്കുക. അതാണ് ആ പുള്ളി പറയുന്നത്. കറക്റ്റ് എന്നാ നമുക്കും അറിയത്തില്ല. ഈ വന്നയാള് പറയുന്നത് അതാണ്. അവിടെ തൊട്ട് എന്നെ അങ്ങ് ഭരിക്കുക. അപ്പം ഈ ഇവിടം തൊട്ട് ഇയാള് തന്നെ അങ്ങ് വരെ വണ്ടി ഓടിച്ചത്. 2 എണ്ണം അടിച്ചു കഴിഞ്ഞപ്പോ പുള്ളിയുടെ സ്വഭാവമൊക്കെ മാറി. ഈ പുള്ളി എല്ലാം അടിച്ച് നല്ല പൂസായി. കുപ്പി എടുത്ത് പൊട്ടിച്ചിട്ട് ഈ മറ്റേ നമ്മുടെ കൂടെ പോയ ഡ്രൈവർക്കിട്ട് കുത്താനായിട്ട് തുടങ്ങി. ആ ആൾ ഇറങ്ങി ഓടി വീട്ടിൽ നിന്ന്. ഓർത്തോണം, ഒരു പരിചയമില്ലാത്ത ഒരാളുടെ വീട്ടിൽ പോയി കിടന്നുറങ്ങും, ഒരു സ്ഥലത്ത് പോയി കിടന്നുറങ്ങുക. രാത്രി വെളുപ്പിനെ 4 മണിക്ക് ഇറങ്ങി ഓടിയിട്ട് എന്നെ വിളിച്ചു, ചേട്ടാ ഇന്നുപോലെ എന്നെ കുത്താൻ വന്നു, അങ്ങനെ ഇങ്ങനെ. ഞാൻ ഇറങ്ങി ഓടി രക്ഷപ്പെട്ട് വന്ന് വണ്ടി എടുത്തോണ്ട് പുള്ളി വിട്ടു പോവാ. അന്നേരമാണ് ഈ വിളിക്കുന്നേ. അപ്പൊ ആ പുള്ളി പിന്നെ വന്നൊന്നുമില്ല, വന്നൊന്നുമില്ല. അപ്പൊ അത് കഴിഞ്ഞ് ഞാനുടനെ ഇയാളെ വിളിച്ചു. അന്നേരം വിളിച്ചില്ല, ഞാൻ പിറ്റേ ദിവസം വിളിച്ചേ. ഇറങ്ങി ഇവിടുന്ന് പോയല്ലോ, പിന്നെ വെളുപ്പിനല്ലേ അടുത്ത ദിവസം വിളിച്ചേ. അടുത്ത ദിവസം ഞാനൊരു 10 മണിക്ക് ആളെ വിളിക്കുമ്പം അന്നേരം ഇയാൾക്ക് പൂസാ. അപ്പൊ ഞാൻ പറഞ്ഞാ ഞാൻ നാളെ വിളിക്കാം, അല്ല നിങ്ങൾക്ക് കെട്ടിറങ്ങിയിട്ട് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ 2 ദിവസം കഴിഞ്ഞ് എന്നെ വിളിച്ചു, ചേട്ടാ എന്റെ ബാഗ് ഏതായാലും ബാഗ് ഒന്ന് വേണോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തിരിച്ചു വരുമ്പം വിളിക്കാൻ പറയാന്ന് പറഞ്ഞു. അവന് ജീവനുണ്ടാ വിളിക്കുവോ? ജീവന് പേടിയുണ്ടല്ലോ. ജീവന് പേടിയുണ്ടാ വിളിക്കുവോ? വിളിച്ചില്ല. ഇല്ല, വിളിച്ചെന്നല്ല, വായി ഞാൻ വിളിച്ചു പറഞ്ഞു എന്നെ പള്ളിയുടെ വായി കൊടുക്കണം വിളിച്ചു പറഞ്ഞായിരുന്നു. എങ്ങനെ കൊടുത്തോ ഇല്ലോ എന്ന് എനിക്കറിയത്തില്ല. എന്നിട്ട് എന്നെ 2-3 പ്രാവശ്യം വിളിച്ചു ബാഗ് എന്ന് പറഞ്ഞു.
അപ്പൊ ഇതാ ഇങ്ങനെ ഓരോ കാര്യങ്ങള്. അതോ ഫസ്റ്റ് ട്രിപ്പ് അയാള് വന്നിട്ട് ഒരു ട്രിപ്പ് പോലും വണ്ടിയെ പോയില്ല. അല്ല ഞാൻ കണ്ടോ, ഞാൻ അന്ന് ഒരു എന്നാ വെച്ചാൽ അന്ന് ഗ്യാപ്പില്ലാത്തതുകൊണ്ട് 2 ദിവസം അവിടെ പാർക്കിങ്ങില്ല, വണ്ടി അവിടെ നിന്നിട്ടാ പുള്ളി കയറുന്നത് അല്ലേ. അതെ അതെ അത് ഞാൻ ഇതിലെ പോയപ്പോ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്താ. നല്ല ഡീസന്റ് മനുഷ്യൻ, ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ നല്ല പണി ജോലി എടുക്കാനുള്ള ആരോഗ്യമുണ്ട്, നല്ല ഒരു ഇതുള്ള ഒരാള്. അപ്പൊ ഞാനടുത്ത് കുഴപ്പമില്ല വെറുതെ. അപ്പൊ നമ്മളിതാ ഒരാളെയും നമ്മൾ കാണുന്ന പോലെ കരുതാൻ പറ്റത്തില്ല, എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു ഇതുപോലെ ആരുടെയും കൂടെ വിട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ ഈ ചിലരെന്ന് വെച്ചാൽ കാണുമ്പോൾ ചിലർ ഭയങ്കര ലോകിയാവും, പിന്നെ 2 എണ്ണം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് ഇച്ചിരൂടെ ലോകിയാവും. അപ്പൊ എന്ന് വെച്ചാൽ 2 പേർക്കും അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് പോകാമല്ലോ. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വലിയ വണ്ടികൾ. ഞാനത് പണ്ടും പറയുന്നതാണ്, നമ്മുടെ ഈ ലോറിയും ബസ്സും ഒക്കെ ഹൈവേകളിലെല്ലാം നിർബന്ധമായിട്ടും ഈ ഡ്രൈവർമാർ മദ്യപിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. മദ്യപിച്ചിട്ടുണ്ടോന്ന് മാത്രം നോക്കിയാൽ പോരാ, ഇപ്പം കഞ്ചാവും അതും ഒക്കെ കഴിച്ചിട്ടുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യണം. അതിപ്പോ ചെക്ക് ചെയ്യുന്നില്ല. അതെ, എല്ലാം വേണം. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പം ഈ കഴിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് കഴിച്ചു കഴിയുമ്പം ഇപ്പം കഴിക്കാതിരിക്കുന്നവരുണ്ട്, അവനെ കൊണ്ട് ഓടിക്കാനോട് സമ്മതിക്കല്ലേ ചിലര്. കഴിച്ചിട്ട് കഴിക്കുന്നവരെ അതെ, അങ്ങനെയുള്ളവരൊക്കെ പല പല ഇതുണ്ട്. ആരുടെ ഭാഗ്യത്തിന് കുഴപ്പമില്ല പോന്നു. അപ്പം അപ്പം ഞാൻ പറഞ്ഞ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇതിലായിരുന്നു പറഞ്ഞ് വരുന്നവരും എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റത്തൊന്നുമില്ല. ഇപ്പൊ എനിക്ക് ഇപ്പം വണ്ടിയെ പോകുന്ന എല്ലാ ഡ്രൈവർമാരെ ഒന്നും എനിക്ക് പരിചയമില്ല. പഴയ ആൾക്കാർ കുറേ ആൾക്കാരെ എനിക്കറിയൂ, എല്ലാ ആൾക്കാരെ അറിയാവുന്ന ഇവര് മാത്രമേ ഉള്ളൂ. നല്ലൊരു സൂര്യകാന്തി പടം ഒന്ന് ഏതൊക്കെയാലും ഒന്ന് ഇറങ്ങി നോക്കിയിട്ട് വരാം, ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാം. അങ്ങനെ മെയിൻ ഡ്രൈവർ മാത്രം കണ്ടാൽ മതി, പോരല്ലോ, നമ്മളൂടെ കാണണ്ടേ. നോക്കിയാൽ എല്ലാവരും സൂര്യനെ നോക്കിക്കൊണ്ട് നിൽക്കുക. ചിലര് തല കുരിച്ചാണല്ലോ നിൽക്കുന്നത്, സൂര്യനെ നോക്കുന്നില്ലല്ലോ. സൂര്യൻ്റെ നേരെയാണ് നിൽക്കുന്നത്. സൂര്യൻ അസ്തമിക്കാറായി കാണും. അതാ എന്നാ രസമല്ലേ. അതെ, പൂക്കളിൽ ഇത്രയും ഭംഗിയുള്ള പൂ വേറെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു, ഇതുപോലെ ഒരുമിച്ച് നിൽക്കുമ്പോൾ. മെയിൻ ഡ്രൈവറോട് ഞാൻ ഓടിക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഓടിക്കാൻ തരികയില്ല, വീഡിയോ എടുക്കാൻ കഴിയല്ല. അതുകൊണ്ട് വണ്ടി ഓടിക്കുന്നതാണ് സുഖം. പ്രേക്ഷകർ ഇറക്കും, നിന്നെ കൊണ്ട് തന്നെയായിട്ട് ഞാൻ പണി ചെയ്യിക്കാന്ന്. അതല്ല, വീഡിയോ എടുക്കാൻ ആള് വേണ്ടേ. അല്ല, ഞാൻ ചെയ്യുന്ന പണി ആരും കാണത്തൂല്ല, നമ്മള് ക്യാമറയ്ക്ക് പിന്നിലാണല്ലോ. നല്ല തെങ്ങുംതോപ്പ് കേട്ടോ. കമുകിന്റെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്, തെങ്ങുംതോപ്പിനകത്ത്. ഇടവേള കൃഷിയാണ്. പക്ഷേ തെങ്ങുംതോപ്പൊക്കെ തമിഴ്നാട്ടിലാണ് ഇച്ചിരൂടെ അല്ലേ, കാണുമ്പോൾ ഭയങ്കര നല്ല ഇതില്. അതെ, ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ട് കാണും. അതാ വെള്ളത്തിന് അത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പുറയിലൊരു പോത്തുംകൂട്ടനും ഉണ്ട് വണ്ടിയുടെ പുറയിൽ. പുറയും തള്ളാൻ നിർത്തിയേക്കുന്നതാണോ? അല്ലല്ല, അപ്പൊ അതൊക്കെ ഇങ്ങനെ നടന്നു വരിക പുള്ളി. പ്രാക്ടീസ് ആണെന്ന് തോന്നുന്നു. അതെ, എവിടെയും ഇഷ്ടംപോലെ കാറ്റാടികളുണ്ട്, നല്ല കാറ്റാ. ഇത് മുമ്പേ കണ്ട സൈസ് ആടല്ല ഇത്, ഇത് വേറെയാണോ? അതെ, ഇത് ഈ പുറകെ വരുന്ന വ്യത്യാസമുണ്ട്. ഇത് മുമ്പേ കണ്ട ടൈപ്പാ. അത് ചെമ്മരിയാടാന്ന് തോന്നുന്നു. ചെമ്മരിയാടാ. ഇതുണ്ടോ, 2 വണ്ടിയാണ്, ഒരു വണ്ടി ട്രെയിലറെ കൊണ്ടുപോകുന്നത്. ഇത് ഇങ്ങനെയുള്ള വണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെയുള്ള ട്രെയിലറാണ്. ടയറെ കെട്ടി വെച്ചേക്കോ? നല്ല ടൈറ്റ് ആക്കി വെച്ചേക്കാ, എങ്ങും പോകാനോ. ഫ്രണ്ടിലത്തെ വണ്ടി ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാലേ താഴോട്ട് പോകാന്ന് തോന്നും. അതെ, പക്ഷെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സെറ്റപ്പാ. നമ്മുടെ ബെൽറ്റാ കേട്ടോ ഇട്ടേക്കുന്നത്. ബെൽറ്റ് ആയിട്ടേക്കുന്നത്, ബെൽറ്റ് ഇട്ട് മുറുക്കിയൊക്കെ. പിന്നെ അവിടെ ഒരു ഊടും ഉണ്ട്, ഇതല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുളത്തില്ലാത്ത പോലെ. പൂക്കൃഷി ബന്ധിയ, നല്ല കളറ്. ഇതിന്റെ മഞ്ഞ കളറും ഇല്ലേ? ഇതിന്റെ മഞ്ഞയുണ്ട്, കുറെ മുമ്പ് അപ്പുറം ഉണ്ടായിരുന്നു. ചോളമാണ് ഇതെല്ലാം. വെളിയിൽ നല്ല തണുപ്പാ കേട്ടോ, ഇവിടെ തണുപ്പായി. മഴയൊക്കെ പെയ്തുകൊണ്ട് തണുപ്പായി. ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുന്നതായിരിക്കുമോ? നമ്മുടെ നാട്ടിലേക്കാണോന്ന് അറിയത്തില്ല. ഇവിടെ തന്നെ പൂവിന് നല്ല ആവശ്യമുണ്ടല്ലോ. ഇവിടെ നിന്നും നമുക്ക് അങ്ങോട്ട് വരാൻ സാധ്യതയില്ല. ഉണ്ടൽപേട്ടിൽ നിന്നൊക്കെയാണ് നമുക്ക് കൂടുതലും അങ്ങോട്ട് വരുന്നത്. ആ ട്രാക്ടറൊക്കെ ഉണ്ടോ, അത് ഓരോ സ്ഥലങ്ങളിൽ പോയി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണിക്കാരത്. ഇവരെല്ലാം കൂടെ അവിടെ ചെന്ന് നിന്ന് കൃഷി ചെയ്യാനായിട്ടല്ലേ? ബൈക്കൊക്കെ ഉണ്ടല്ലോ. കുടുംബങ്ങളാ, പിള്ളേരും പിന്നെ പട്ടിയും പൂച്ചയും ആടും മാടും എല്ലാം ഉണ്ട്. ബല്ലാരി രാജയെ കാണുന്നോ? അതെ, ബല്ലാരി രാജയെ കണ്ടിട്ട് പോയാലോ? ഈ വണ്ടി കണ്ടോ, ആടിനെ കൊണ്ടുപോകുന്ന വണ്ടിയാ. ബെർത്തുള്ള 2-3 തട്ട. അത് നിറച്ച് ആടിനെ ലോഡ് ഇറക്കിയിട്ട് വരുന്ന, അടുത്ത ലോഡ് കയറ്റാൻ പോയിരിക്കും. നമുക്ക് കുറച്ച് ഡീസൽ അടിച്ചോണ്ട് പോവാം. ഇത് ഗ്രീൻ ഡീസലാ, 105 രൂപ 29 പൈസ. 5 രൂപ 25 പൈസയുടെ വ്യത്യാസം. 5 രൂപയുടെ വ്യത്യാസം, 5.25 വ്യത്യാസം. ഇതൊരു LNG ട്രക്കാ. LNG ഇതല്ല ഇന്ധനം. ഇതുണ്ടോ, LNG ടാങ്കാ ഫ്രണ്ടിലിരിക്കുന്ന, ക്യാബിന്റെ പുറകിലിരിക്കുന്നത്. വൈകുന്നേരമേ നേരത്തെ എന്തെങ്കിലും കഴിച്ചേക്കാന്ന് വെച്ചു. അതെ, അപ്പം നേരത്തെ അല്ലേ, 7:30-8 നല്ല മഴയും നല്ല തണുപ്പും, കിടന്നുറങ്ങാൻ പറ്റിയ കാലാവസ്ഥയാണ്. അതെ, ഏകയിൽ നിന്ന് നേരത്തെ
കഴിക്കാനായിട്ട് നിർത്തിയല്ലേ. ആ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് ഓടാം, ആ എന്നിട്ട് എവിടെയെങ്കിലും നല്ല സൗകര്യത്തിന് ഒതുക്കിയിട്ട് നമുക്ക് കിടന്നങ്ങ് ഉറങ്ങാം, എന്നിട്ട് രാവിലെ പോവാം. വെളുപ്പിനെ എടുത്തങ്ങ് പോവാം. ഈയിടെയൊക്കെ ഉറക്കം ശരിയായില്ല. അതെ, ഇന്നലെ ആണെങ്കിലും നല്ലപോലെ ഉറങ്ങിയില്ല. ആ ഇപ്പൊ തണുപ്പൊക്കെ ആയിക്കൊണ്ടേ ഒരു കടുങ്കാപ്പി പിടിച്ചോ. ആയിക്കോട്ടെ, ബാക്കി പുറകെ. തണുക്കുന്നുണ്ട് നല്ലപോലെ. അതെ അല്ലേ, നല്ല തണുപ്പുണ്ട്. ഈ കൈയില്ലാത്ത ടീഷർട്ടോട് ഇട്ടേക്കുന്നുണ്ട്. തണുപ്പത്തൊരു കട്ടൻ അടിച്ചിട്ട് എങ്ങനെ ഉണ്ട്? കുഴപ്പമില്ല, നല്ല. ഇപ്പോൾ നമ്മൾ ഹൊസ്പേട്ടായി. ഇവിടെ ഒരു ചെറിയൊരു ടണലുണ്ട്. ഇവിടെ ഒരു ഡാമുണ്ട്. അതെ, വെൽക്കം ടു തുംഗഭദ്ര ഡാം. നമ്മൾ പണ്ട് വന്നോണ്ടിരുന്നേ ആ ശരിക്കും പറഞ്ഞാൽ ആ ഡാമിന്റെ ഫ്രണ്ടിൽ കൂടെ വന്നോണ്ടിരുന്നത്. അതെ, ഡാം നമ്മൾ ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല. അന്ന് ഇതിപ്പോ വ്ലോഗ് ചെയ്യുന്നതുകൊണ്ട് നമ്മള് നല്ലപോലെ ശ്രദ്ധിക്കും എന്തൊക്കെയാണെന്നുള്ള. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതെ, അറിവ് കിട്ടും. അല്ലെങ്കിൽ ഇത് എങ്ങോട്ട് നോക്കുന്നില്ല, നേരെ റോഡിൽ നോക്കി പോവല്ലേ. റോഡ് നോക്കി വണ്ടി ഓടിച്ച് അങ്ങ് പോവുള്ളൂ. അവിടെ ഡാമുണ്ടോ അല്ലെ കൃഷി എന്നാ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. കൃഷിയൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ ശരിക്കും പറഞ്ഞാൽ ജലജ വരാൻ തുടങ്ങിയ പിന്നെ നമ്മളെന്താ, അല്ലെങ്കിൽ നമ്മള് കൃഷിയിലോട്ടൊന്നും എന്നെ അന്നുപോലും നോക്കാറില്ലല്ലോ. നോക്കിയല്ലോ, നേരെ അങ്ങ് പോവുള്ളൂ. അതെ, മെയിൻ ഡ്രൈവറെ തന്നെ ഓടിപ്പിച്ചാലേ മോശമല്ലേ. അപ്പൊ കുറച്ച് ഞാനിവിടെ ഒഴിക്കാം. ക്യാമറമാന്റെ അഭ്യർത്ഥന മാനിച്ച് കുറച്ചു നേരം ഓടിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇനി പിന്നെ അധികം ദൂരം ഓടിക്കണ്ടല്ലോ. അതെ, കുറച്ചുകൂടെ കഴിഞ്ഞാൽ എവിടെയെങ്കിലും നമുക്ക് നല്ല ഒതുക്കിയിട്ട് കിടന്ന് ഉറങ്ങാം. സേഫായിട്ട് എവിടെയെങ്കിലും പമ്പിലോ എവിടെയെങ്കിലും ഒതുക്കിയിടുക, കിടന്നൊരു ഒറ്റ ഉറക്കം. നല്ല തണുപ്പ് കേട്ടോ. ഒരു 18 ടെമ്പറേച്ചർ ഉള്ളൂ. അപ്പൊ അതെ, ഒരു പമ്പിൽ അങ്ങ് ഒതുക്കി. അതെ, ഇനിയിപ്പോ രാവിലെ പോവാം. സമയം 11 മണിയായുള്ളൂ. സുഖമായിട്ട് കിടന്നുറങ്ങാം. അതെ, ബിജാപൂരിന് കുറച്ച് ദൂരം കൂടെ ഉണ്ട്. രാവിലെ നമുക്ക് എഴുന്നേറ്റ് ബിജാപൂരൊക്കെ പാസ്സായി പോവാം. അതെ, അപ്പോഴേ ഇന്നലെ ഉറക്കമൊക്കെ ഉള്ളായിരുന്നു, അടിപൊളി ഉറക്കമായിരുന്നു. സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ രാവിലെ നമുക്ക് പോയേക്കാം. ഗ്ലാസ്സൊക്കെ തുടച്ചല്ലോ അല്ലേ? ഗ്ലാസ്സൊക്കെ തുടച്ചു. സ്റ്റാർട്ട് ചെയ്തു. ഇതൊരു ട്രക്ക് പാർക്കിങ്ങാ. വണ്ടികളുണ്ടല്ലോ. വണ്ടികളുണ്ട്, വലിയ ട്രെയിലറുകളാണ് മൊത്തം. ഇതൊക്കെ കാറ്റാടി കൊണ്ടുവന്ന വണ്ടിയാണ്. ട്രെയിലർ മാത്രമേ ഉള്ളൂ അതിനകത്ത് കേട്ടോ. അതെ, കൂടുതലും. ബീജാപൂരിന് 133 കിലോമീറ്റർ ഇനിയുണ്ട്. ഓടിയിട്ട് അങ്ങ് ചെല്ലുന്നില്ലല്ലോ. അതന്നെ. അതുണ്ടോ, ഗ്രാനൈറ്റിന്റെ കല്ല. ടയർ പഞ്ചറായതാണോ? ടയർ പഞ്ചറായതാ. ചെറിയൊരു കല്ലല്ലേ? ചെറിയൊരു കല്ല്. എന്നിട്ട് വണ്ടി എവിടെ കിടക്കുന്നത് നോക്കി. എന്നെ അവിടെ നോക്കിയാ റൈറ്റ് സൈഡ് സ്പീഡ് ട്രാക്കിലാണ് വണ്ടി കിടക്കുന്നത്. അതെ, ചെറിയ ലോഡുകൾ തന്നെ ഈ സൈഡിൽ കിടക്കുന്നത്. അതെ, ഇതെല്ലാം രാത്രി നിർത്തിയിട്ട് കിടന്നുറങ്ങുന്നതാണ്. അതുകൊണ്ട് അതിനിടെ ഈ കട്ടിൽ കിടക്കുന്നുണ്ടോ ആ ടയറിൻ്റെ അവിടെ. കട്ടിലേക്ക് വെക്കാൻ ഇഷ്ടം പോലെ സൗകര്യം ഉണ്ടല്ലോ. ഇഷ്ടം പോലെ ഇടയല്ലേ. അതെ, ഉണ്ടോ ഇതിന്റെ വലിപ്പം കണ്ടോ? നമ്മള് കാറ്റാടി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാലേ അതെ, ഒട്ടും വലുപ്പമില്ല. ഇത്രയും മണം തോന്നുകയില്ല. രാവിലെ ഒരു കടുങ്കാപ്പി വെച്ചങ്ങ് തുടങ്ങാം. ആയിക്കോട്ടെ. കാപ്പിക്ക് എന്നാ വേണ്ടേ? കാപ്പിക്ക് പറയുന്ന സാധനം ഉണ്ടാക്കി തരുമോ? ഇവിടെ ഉള്ള സാധനം ഉണ്ടാക്കി തരാം. അപ്പം മുട്ടക്കറി ആയാലോ? അപ്പം മുട്ടക്കറിയോ? അങ്ങനെയാണെങ്കിലേ ഗോതമ്പ് ദോശ മുട്ടക്കറി ആയാലോ? എന്നാലും കുഴപ്പമില്ല. എന്നാ പിന്നെ ഗോതമ്പ് ദോശ മുട്ടക്കറി ഉണ്ടാക്കിയേക്കാം. ഇപ്പൊ ആദ്യം ഒരു കടുങ്കാപ്പി അങ്ങ് വെക്കാം. ആയിക്കോട്ടെ. കാറ്റ് കാരണേ നല്ല കാറ്റ്. അത് അവിടെ നിന്ന് ഇങ്ങോട്ട്. അതാ ഇത് ഈ വഴി വരുമ്പോൾ ഒത്തിരി കാറ്റാടി വെച്ചിട്ടില്ലേ? അതെ, അതുപോലെ കാറ്റുള്ളതുകൊണ്ട് നമുക്ക് ഇലക്ട്രിക് വണ്ടി ആക്കിയിട്ടെ വണ്ടിയിൽ ഒരു കാറ്റാടിയും കൂടെ പിടിപ്പിച്ചാൽ ഡീസൽ അടിക്കാണ്ട് പൈസ ലാഭിക്കാം. നല്ല എളുപ്പമാണ്. അല്ല, ഇലക്ട്രിക് വണ്ടിയാണെങ്കിൽ പിന്നെ ഇതിന് കാറ്റാടി ചാർജ് ചെയ്യണ്ടേ? ചാർജ് ഇതെന്ന് ചെയ്യാന്നല്ലേ? അപ്പൊ വണ്ടി നിർത്തിയിട്ടാ മതി, ഓടണ്ടേ? അല്ല, ചാർജ് ചെയ്തിട്ടങ്ങ് പോവാ. മടക്കി വെക്കാന്ന് വല്ല കാറ്റാടിയാണല്ലേ? ഓട്ടത്തിലും ചാർജ് ആയിക്കോളൂല്ലോ, കുഴപ്പമില്ലല്ലോ. ഓട്ടത്തിൽ നല്ല കാറ്റല്ലേ? ഇതൊന്ന് പിടിച്ചേ. ഗോതമ്പ് ദോശ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഗോതമ്പ് പൊടി ഉപ്പും എടുത്തിട്ടുണ്ട്. ശരം വെള്ളം ചോദിച്ചോ. ഈ അളവ് അറിയായിരുന്നോ? പൊടി ഇത്ര മതി. നിൽക്കട്ടെ പറയാം. അല്ല, ഇത് ഇച്ചിരി ലൂസായിട്ട് വേണം. അല്ല, പൊറോട്ടയ്ക്ക് കുഴക്കുന്ന പോലെ അല്ല. അതൊക്കെ ആശാൻ പറയും, അതനുസരിച്ച് ചെയ്താൽ മതി. നിൽക്കട്ടെ. ഉണ്ടാക്കിയില്ലേലേ അത് എങ്ങനെയാന്ന് ചെറിയൊരു ഐഡിയ ഉണ്ട്. അത് മതി. വെള്ളം വേണം. അത് ഒരു പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അത്യാവശ്യം ഐഡിയ കിട്ടും. അടുത്ത പ്രാവശ്യം ക്ലിയർ ആകും. ഈ പ്രാവശ്യം ക്ലിയർ ആയില്ലേലും അടുത്ത പ്രാവശ്യം നമുക്ക് ക്ലിയർ ആക്കാം. നല്ലപോലെ അങ്ങ് ഇളക്കിക്കും. വേറെ വെള്ളം വേണം. കൂടിപ്പോ ഒഴിച്ച്. ഇതേ മെയിൻ ഡ്രൈവറെ കുറ്റം പറയും, കുക്ക് ചെയ്യാൻ നിർത്തിയിട്ട് സമയം പോകുന്നു. ഇതിപ്പം നല്ല സമയം ഉച്ചയാവുമല്ലോ ഇവിടുന്ന് പോകുമ്പോൾ. അതെ. ഇതേ
ആ ഇതെല്ലാം കൂടെ ഒന്ന് അടുപ്പിച്ചെല്ലാം റെഡിയാക്കി വരണ്ടേ. ആ ഇതൊക്കെ റെഡിയായി പടപടാന്നായി. ഇനി താമസമൊന്നുമില്ല. ഇല്ലേ? കട്ടിംഗ് ബോർഡ് ഉള്ളതുകൊണ്ടേ എളുപ്പമുണ്ടല്ലേ? എളുപ്പമുണ്ട്. അതെ, സവോളയൊക്കെ ചെറുതായിട്ട് അരിയണം, എന്നാലേ കറി പെട്ടെന്ന് സവോള വഴന്ന് കിട്ടുള്ളൂ. അതെ, പക്ഷെ അത്ര ചെറുതാകുന്നില്ല. ഇതിലും നല്ല ആ ഉണ്ണിബ്രോ ഉണ്ടെങ്കിൽ ഇതിലും നല്ല അടിപൊളിയായിട്ട് സവോള അരിഞ്ഞ് തരും. നല്ല പ്രാക്ടീസാണ്. 2 നേരത്തേനുള്ള കറി വെക്കാവേ. ആ, 2 നേരം ആവശ്യത്തിനുള്ളതുണ്ട്. ആ, അപ്പം ചോറ് വെക്കുന്നില്ല കേട്ടോ. ചോറ് വേണ്ട. മുട്ടക്കറിക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവോള. അപ്പം ചട്ടി അടുപ്പേ വെച്ചു. നമുക്കൊന്ന് കടയൊക്കെ പൊട്ടിച്ച് പരിപാടി തുടങ്ങിയേക്കാം. കാറ്റ് കാരണം പകുതി കാണിക്കാൻ പറ്റത്തില്ല. അടുക്കള അടച്ചു വെച്ചേക്കുക. അപ്പോൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നല്ലൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് സവോളയും കൊണ്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഉപ്പ് പാകത്തിന് ഇട്ടോ കേട്ടോ. പാകത്തിന്. സവോള നല്ലപോലെ ഒരു റോസ് കളറായി വരണം. സവോള നല്ലപോലെ വഴന്ന് വന്നിട്ട് വേണം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ചക്കല മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി. മുളക് പൊടിയും മഞ്ഞളും ഒക്കെ പാകത്തിനിട്ടോ. പാകത്തിന്. എരിവ് കുഴപ്പമൊന്നുമില്ലല്ലോ. എരിവ് ഉണ്ടെങ്കിലും ഇല്ലല്ലോ ഒന്നും കുഴപ്പമില്ല. ഇപ്പോൾ പൊടികളെല്ലാം മൂത്ത് വന്ന് നമുക്ക് ചില വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന്. ഇപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട പുഴുങ്ങിയിട്ടില്ല, ഇതിനകത്തോട്ട് ഇട്ട് വേവിച്ചെടുക്കാം. ഇത് ചുമ്മാ മുട്ട അതിനകത്തോട്ട് പൊട്ടിച്ചിട്ടാൽ മതി. അതെ, ഈ കറിക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ല കേട്ടോ. എന്തേലും ആട്ടെ, ഒരു തട്ടിക്കൂട്ട് കറി. ശരിക്കും ഇത് നല്ലപോലെ ഇളക്കി എടുത്താൽ മുട്ട കീമ. ഉണ്ടാക്കീമ ഇല്ലെങ്കിൽ അത് അങ്ങനെ കിടന്ന് പോകും. അതിൽ നിന്ന് നമുക്ക് എടുക്കാം. എങ്ങനെ വേണമെന്ന് തീരുമാനിച്ചാൽ മതി. എങ്ങനെ വേണം, അങ്ങനെ കിടന്നാലും കുഴപ്പമില്ല. അപ്പോഴേ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. എന്നാ പിന്നെ ദോശ കിട്ടോ? ദോശ കിട്ടേക്കാം. ദോശയുടെ പരിപാടിയിലേക്ക് തിരിയാം. ഇതൊരു സാമ്പിളായിരുന്നു, ആദ്യമായിട്ടല്ലേ. അപ്പോൾ ഒരെണ്ണം ഒന്ന് ചുട്ടു നോക്കിയത് എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ബാക്കി കൈകാര്യം ചെയ്യാനായിട്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്നാന്നോ, ഈ സ്റ്റൗ ശാലം ചെരിഞ്ഞായിരിക്കുന്നത്. വണ്ടി ഇച്ചിരി ഇങ്ങോട്ട് ചെരിഞ്ഞറിയുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഉൾക്കാടം ഉപ്പും എല്ലാം കറക്റ്റ് ആണെന്ന് നോക്കിയേ. കുഴപ്പമില്ല, കറക്റ്റാ. ആണോ? എനിക്ക് ഈ ഗോതമ്പ് ദോശ ആണെങ്കിൽ കറിയൊന്നും വേണമെന്നില്ല. ഒന്നെങ്കിൽ ഇച്ചിരി പഞ്ചസാര, അല്ലെങ്കിൽ ഇച്ചിരി തേൻ ഒഴിച്ചാൽ മതി. നല്ല ടേസ്റ്റാ. അങ്ങനെ തന്നെ അടുത്ത ദിവസം കൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയേക്കാം. എളുപ്പമുണ്ടല്ലോ, സമയം പോവല്ല. പിന്നെ അത് തന്നെയല്ല, ഈ മസാലയൊന്നും വയറ്റിച്ചല്ല, വേറെ വയറ്റിലൊന്നും പ്രശ്നമില്ല. എന്നാ പിന്നെ അടുത്ത ദിവസം നാളെ തൊട്ട് അങ്ങനെ ആയിക്കോട്ടെ. അല്ല, എനിക്ക് കുഴപ്പമില്ല, നിനക്ക് മതി. എനിക്ക് കുഴപ്പമില്ലെന്നേ. ഇനി അങ്ങനെയെങ്കിൽ അങ്ങനെ, എനിക്ക് പ്രശ്നമില്ല. ഞാൻ എന്തിനും തയ്യാറാ. കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് 3 നേരം ഗോതമ്പ് ദോശ ആക്കിയേക്കാം. എളുപ്പമുണ്ട്, എന്നുവെച്ചാൽ പണി എളുപ്പമുണ്ട്. അത് ശരിയാ. ചൂട് ദോശയാണല്ലോ ഇപ്പൊ ഇവിടെ ചുട്ട് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, കാറ്റടിച്ച് തണുത്ത് പോകും. ഒരു കാര്യം ചെയ്യും, ഒരു പ്ലേറ്റ് എടുത്തുകൊണ്ട് തുടങ്ങിക്കോ, ഒരു സൈഡിൽ നിന്ന് തുടങ്ങിക്കോ. കൊള്ളാലോ. മുട്ടക്കറിയും ഗോതമ്പ് ദോശയും അടിപൊളി മുട്ടക്കറി. ആദ്യം ഒത്തിരി കൂടുതൽ കാണുമെന്നൊക്കെ പ്രതീക്ഷിച്ചു, അത്ര ഒന്നും കാണത്തില്ല. ഉച്ചയ്ക്ക് പിന്നെ ഉച്ചയ്ക്ക് തന്നെ കലക്കേണ്ടി വരും. പക്ഷെ ഉപ്പ് കൂടിപ്പോയി കേട്ടോ, ലേശം. ഇതിനെ കറിക്കോ? ശാലം കൂടിയോ? ഇതിനൊക്കെ കറിക്ക്. അപ്പം ദോശയ്ക്ക് കറക്റ്റ് കുറവല്ലേ? കറക്റ്റ്. രണ്ടുകൂടെ ആകുമ്പോൾ കറക്റ്റാ. ഗോതമ്പ് ദോശ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. മെയിൻ ഫ്ലവർ ചുട്ട് തരുന്ന പോലാണോ? കുഴപ്പമില്ല, നല്ല സൂപ്പർ ഗോതമ്പ് ദോശയും സൂപ്പർ മുട്ടക്കറിയും. പഴയ ഒരു ഓർമ്മ പുതുക്കലായത്. എന്നുവെച്ചാൽ ഈ ഇങ്ങനെയുള്ള കറിയൊക്കെ പണ്ട് വണ്ടിയപ്പോൾ കൊണ്ടിരുന്നപ്പം വെച്ചിരുന്ന. പണ്ടേ ലൈലൻഡിന്റെ ക്യാബിനായിരുന്നപ്പോൾ അതിനകത്ത് വെച്ചല്ലേ വണ്ടി ഓട്ടത്തിലാണ് പകുതി കുക്കിങ്ങും. അതെ, അത് തന്നെയല്ലേ. ഇത് നമ്മൾ എടുത്തു വെച്ച് അയിലയിലേയും പെറുക്കി വെച്ച് ചെയ്യുമ്പോൾ ഒരു ശരിയാകത്തില്ല, അത്ര ഒരു ഓർഡറിലായി കിട്ടത്തില്ല. താമസമോ. മറ്റേന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും നിർത്തി ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ട് വണ്ടി പതുക്കെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അതെ, ഒരാൾ സൈഡിൽ ഇരുന്ന് കുക്ക് ചെയ്തുകൊണ്ടിരിക്കും. സമയം പോവുകയില്ല, നല്ല സ്വാദിഷ്ടമായ ഭക്ഷണവും കഴിക്കാം. അതെ. കാപ്പുടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്നാൽ മതിയോ? പോവാം. വണ്ടി എടുത്ത് പോയേക്കാം. വാ, കയറിക്കോ, വിട്ടേക്കാം. പോവാൻ ചെറിയൊരു താമസമുണ്ട്. എയർ കയറിയിട്ടില്ല, ക്ലച്ച് താഴുന്നില്ല. അതെ, എയർ എവിടെ ചെറിയ ലീക്കുണ്ട്. അതെ, നീ വന്ന് ഈ വണ്ടിയെ കയറിയ പിന്നെ കഴിഞ്ഞ ട്രിപ്പ് വരെ ഇതിന് ഒരു ശകലം ഒരു ദിവസം കിടന്നാൽ പോലും എയർ ലീക്കില്ല. ഇനി എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എന്നാ പോയേക്കാം. അതിന് സൗണ്ട് കേട്ടെ. അല്ല, ക്ലച്ച് ചവിട്ടി നോക്കിയതാ. ആയി, റെഡിയായി. ആയില്ല, ശകലോടുണ്ട്. പിന്നെ രാവിലെ ഇച്ചിരി സമയം പോയാലും ഇനിയിപ്പം ഉച്ചയ്ക്കൊന്നും ഉണ്ടാക്കണ്ടല്ലോ. അതെ, ഉച്ചയ്ക്കൊന്നും ഉണ്ടാക്കണ്ട.
നല്ല കാലാവസ്ഥയാണ്, ചൂടും ഇല്ല എന്നാൽ വലിയ തണുപ്പും ഇല്ല, നല്ല കാറ്റും. ആ മിക്ക വണ്ടികളും ഇപ്പോൾ രാത്രിയിൽ ഓടുന്നില്ല. 7-8 മണി വരെ ഓടും, ഒതുക്കി കിടന്നുറങ്ങും, രാവിലെ ഒരു 5 മണിക്കോ 6 മണിക്കോ എടുക്കും. ഉറക്കളച്ചിരുന്നുള്ള പ്രശ്നങ്ങളില്ലല്ലോ അങ്ങനെ വരുമ്പോൾ. അതുമില്ല. പിന്നെ അത് തന്നെയല്ല, സിംഗിൾ ഡ്രൈവർമാരാ. അതെ, കല്ലിരിക്കുന്നത് കണ്ടോ, എടുത്തു വെച്ച പോലെ അടുക്കി വെച്ചേക്കുക. കണ്ടോ, രാത്രിയിൽ ഇത്രയും വണ്ടിയില്ലായിരുന്നല്ലോ വഴിയിൽ, പകൽ ഇഷ്ടം പോലെ വണ്ടികൾ, രാത്രിയിൽ എല്ലാവരും കിടന്നുറങ്ങും. ഡബിൾ ഡ്രൈവർമാരുള്ള വണ്ടി രാത്രി ഓടും. ആ, അതുകൊണ്ട് ഒരുപാട് അപകടങ്ങളൊക്കെ കുറവുണ്ട് കേട്ടോ. ഹിരേക്കൊടഗലി, ഒരു ചെറിയൊരു കന്നഡ ഗ്രാമം. വണ്ടിയില്ലല്ലോ, എൻജിൻ സർവീസിനോ അതെ, ഈ പിന്നെ ഇന്ധനം നിറയ്ക്കാൻ കൊണ്ടുപോവാ. ആടുകൾ മേഞ്ഞ് നടക്കുന്നു. ഇവിടെ രാവിലെ എല്ലാവരും കാപ്പി കുടിക്കാൻ ഇറങ്ങിയതാ. അതെ, പുല്ലൊക്കെ വളരെ കുറവാണ്, മഴ പെയ്ത് പുല്ലൊക്കെ കിളുത്ത് വരുന്നേ ഉള്ളൂ. ഇക്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത്, ഇക്കൽ. ഇവിടുത്തെ കല്ല് കണ്ടോ, നല്ല ചതുരക്കട്ടയായിട്ടിരിക്കുന്നു. ഇത് ഗ്രാനൈറ്റ് കട്ട് ചെയ്തിട്ടേ അതിന്റെ പേസ്റ്റാ, അതെന്ന് കട്ട് ചെയ്തെടുത്തേക്കുന്ന, കീറി മുറിച്ചെടുത്തതിന്റെ വേസ്റ്റല്ലേ. കൃഷിക്കെല്ലാം റെഡിയാക്കി ഇട്ടേക്കുക. ഇതുണ്ടോ എത്ര ഫാമിലിയാ പോകുന്നത് നോക്കിയേ, ഇത് ആ വണ്ടിയാ നോക്കിയേ. ഇത് ഇനിയിപ്പോൾ ഇവരുടെ ഒരു സമയമാകും, എപ്പോഴും വഴി നമുക്ക് കാണാം ഇതുപോലെ ട്രാക്ടറുകൾ, അതേപോലെ ട്രെയിലറുകൾ ഇങ്ങനെ കൊളുത്തി ഇട്ടേക്കുക. 3-4 കാണും. അത് നിറച്ച ആൾക്കാരും വീട്ടു സാധനങ്ങളും ബൈക്കും ഒക്കെ. സൂര്യകാന്തി പാടം ഇഷ്ടം പോലാണല്ലോ. സൂര്യകാന്തിയുടെ സമയമാണെന്ന് തോന്നുന്നു. അതെ, കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതിച്ചൂടെ ഇതാവും, കൂടുതലാവും. ഇത് തുടങ്ങിയേക്കുന്നുള്ളൂ കൃഷി. സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല മൊത്തം സൂര്യകാന്തിയും ഈ സൈഡ് മൊത്തം കൃഷികളായിരിക്കും. കണ്ടാൽ നല്ല രസമുണ്ട്. അതുകൊണ്ട് അവിടെ എല്ലാം കണ്ടോ കൃഷികൾ തുടങ്ങുന്നതേ ഉള്ളൂ. അല്ല, കൃഷിക്കെല്ലാം മണ്ണെല്ലാം ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുക ട്രാക്ടർ. പക്ഷെ നനവായിട്ടില്ല മണ്ണിന്, മഴ പെയ്തെന്ന് പറഞ്ഞാലും. അടുത്ത കൃഷിക്കായിട്ടുള്ളതല്ലേ. അവിടെ ഒരു കാഴ്ചയുണ്ട്, നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. എന്നാ പോയിട്ട് വാ. ക്യാമറമാനും വന്നോളുക. പറയാം, വന്നേക്കാം. ആയിക്കോട്ടെ.